നബിയെ കാത്തിരിക്കുന്നതെന്ന് ഈ സദസ്സ് ഓർക്കണം. ഏറ്റവും സുന്ദരമായ സ്ഥലം, കാണാൻ അഴകുള്ള സ്ഥലം, ഏറ്റവും ഹൃദയഹാരിയായ കാലാവസ്ഥ. ഇന്നും തായിഫിന്റെ പേര് ഒരു സുഖവാസ കേന്ദ്രത്തിന്റെ പ്രശസ്തിയാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കഠിനമായ വേദനിപ്പിക്കുന്ന പെരുമാറ്റവും പ്രതികരണവുമുള്ളത്. അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന യദയ്യ അദാബുൻ ശദീദ്, എന്റെ ക്ഷണം തിരസ്കരിച്ചാൽ കഠിനമായ ശിക്ഷയും കഠിനമായ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ വാക്ക് കേൾക്കണേ, ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ ദൈവദൂതനാണ്. ഒരാള് വന്നുകൊണ്ട് പറയുകയാണ്, ആദ്യത്തെ പ്രതികരണം, നിന്നെയല്ലാതെ ദൈവദൂതനാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലയോ ഈ ദൈവത്തിന്? ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവരല്ലേ ദൈവദൂതനാകേണ്ടത്? നിനക്കെന്ത് യോഗ്യത? സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ? ലോകം മുഴുവൻ ഇന്ന് പരിശുദ്ധ നബിയെ വാഴ്ത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമെന്ന അമുസ്ലിമെന്ന ഭേദമില്ലാതെ, ഒരു ഭേദവുമില്ലാതെ, നാനാ പ്രത്യയശാസ്ത്രത്തിലെ പ്രതിനിധികൾ, നാനാ നേതാക്കന്മാർ. നെപ്പോളിയൻ പോലും പറഞ്ഞത്, എനിക്ക് 2 മോഹങ്ങളേ ഉള്ളൂ, ഒന്ന് ലോകത്തെ ജയിച്ചടക്കണം. നെപ്പോളിയൻ വീണ്ടും വാർത്തയായിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലും നെപ്പോളിയന്റെ പേരുണ്ട്. രണ്ടാമത്തെ മോഹമേതെന്ന് ചോദിച്ചപ്പോ നെപ്പോളിയൻ പറഞ്ഞു, മുഹമ്മദിനെ ഓർക്കണം. അവിടുന്ന് സൃഷ്ടിച്ച പോലുള്ള ഒരു സമൂഹത്തെ എനിക്ക് സ്ഥാപിക്കണമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട്. കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന അത്ഭുത നക്ഷത്രമാണ് മുഹമ്മദ് നബി എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരം മുഹമ്മദിന്റെ തിരിച്ചുവരവാണെന്ന് ജോർജ് ബെർണാഡ് ഷാ എന്ന ഏറ്റവും പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ. ടോൾസ്റ്റോയ് നബിയോട് പുലർത്തിയ സ്നേഹം വിശ്രുതമാണ്. വിശ്വസാഹിത്യകാരനായ ടോൾസ്റ്റോയ് നബിയെക്കുറിച്ച് പറഞ്ഞുവെച്ച വാക്കുകൾ മൈക്കിൾ ഹാർട്ടിന്റെ ഭാഷയിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 പേരിൽ ഒന്നാമൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നേരെ കാതോടെ കേൾക്കുന്നത് ഈ വാക്കാണ്. മുമ്പിൽ വന്ന് പറയുകയാണ്, ദൈവദൂതനാക്കാൻ നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ ഈ ദൈവത്തിന്. വലിയ ഗോത്രത്തിൽ പിറന്നവരല്ലേ ദൈവദൂതരാകേണ്ടത്? സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ? അപ്പൊ ഈ ലോകര് പഠിക്കണം, നബി അവശരുടെ നായകനാണ്, നബി പാവങ്ങളുടെ നേതാവാണ്, നബി ദുർബലരുടെ വിമോചകനാണ്, നബി മർദ്ദിതരുടെ നാദമാണ്, നബി വരേണ്യവർഗത്തിന്റെ നാഥനല്ല, നബി പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന്റെ മന്ത്രമാണ്, പരിശുദ്ധ റസൂൽ. അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ? മറ്റൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നിന്നെപ്പോലൊരാള് ദൈവദൂതനാകുന്നത് കഅബത്തുല്ലാഹ്ക്ക് പോലും അപമാനമാണ്, കഅബക്ക് പോലും അപമാനമാണ്. വേറെ ഒരാള് വന്നുകൊണ്ട് പറഞ്ഞു, നിന്നോട് ഞാൻ മിണ്ടുക പോലുമില്ല. നീ സത്യസന്ധനാണെങ്കിൽ നിന്നോട് മിണ്ടിയാലൊരു പക്ഷേ അത് മര്യാദകേടാകും. നീ വ്യാജനാണെങ്കിൽ നിന്നോട് മിണ്ടിയിട്ടെന്ത് കാര്യം? അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുകയില്ലെന്ന് മൂന്നാമൻ. തായിഫ് കേൾക്കാത്തവരുണ്ടോ? പക്ഷേ തായിഫിന്റെ ഈ കാഠിന്യം ഈ സദസ്സ് വേണ്ട പോലെ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ്
ഈ ഇന്നത്തെ ഈ സംസാരത്തിന്റെ മുഖ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും മുമ്പ് തായിഫ് ഒന്ന് വിശദീകരിച്ച് ഉൾക്കൊള്ളണം. തായിഫിലേക്കൊന്ന് പോകണം. ശരീരം കൊണ്ട് പോയില്ലെങ്കിൽ എന്ത്, ആത്മാവ് കൊണ്ട് പിറകെ കൂടണം പരിശുദ്ധ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരാള് പറഞ്ഞു, നീ പ്രവാചകനും ദൈവദൂതനുമാണെങ്കിൽ ഞാൻ പോയിട്ട് കഅബയെ മൂടിയ തുണി മോഷ്ടിക്കും. കഅബയെ മൂടിയ തുണി മോഷ്ടിക്കുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ദൈവദൂതനാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു അത്ഭുതമുണ്ടോ? പിന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുണ്ടോ? കഅബയെ മൂടിയ തുണി പോലും കട്ടെടുത്താലെന്ത്? അതിനേക്കാൾ അപമാനകരമല്ലേ നിന്റെ ഈ പ്രവാചകത്വമെന്ന് വേറെ ഒരാള് പറയുമ്പോ എല്ലാം നെഞ്ചത്തൊതുക്കി വെച്ചു പരിശുദ്ധ റസൂൽ. എല്ലാം നെഞ്ചിലൊതുക്കി വെച്ചു. അവിടുന്ന് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അല്ലാഹു അല്ലാതെ ദൈവമില്ല, ആരാധ്യനില്ല. നിങ്ങളത് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, നിങ്ങൾ വിജയിക്കും. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ വിജയം വരിക്കുമെന്ന് പരിശുദ്ധ നബി കേണ് പറയുമ്പോ അവര് കൂടുതൽ കാഠിന്യത്തിലേക്ക് പോയി. കൂക്ക് വിളിക്കാനും പരിഹസിക്കാനും ആളെ വിട്ടു. അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കച്ചവടക്കാരെ മുഴുവൻ ഇളക്കിവിട്ടു. ഇതാ വന്നിരിക്കുന്നു, പോയി കൂക്കുവിളി നടത്തിയിട്ട് പരിഹസിക്കെന്ന് പറഞ്ഞു. ഓരോ പരിഹാസവും ഹൃദയത്തിൽ വെച്ചു, നെഞ്ചിൽ വെച്ചു. പക്ഷേ അതുകൊണ്ടും തീർന്നില്ല. തായിഫുകാര് അതിനേക്കാൾ കാഠിന്യത്തിലേക്ക് പോവുകയാണ്. അവർ കല്ലേറ് തുടങ്ങി. 4 ഭാഗത്തു നിന്നും ഏറുവരാൻ തുടങ്ങി. പിള്ളേര് കൂക്കി വിളിക്കാനും 4 ഭാഗത്തു നിന്നും ഏറുവരാനും തുടങ്ങി. കാലിൽ ഏറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 മൈലുകൾ ഏറുകൊണ്ട് ഓടി. ദൂരത്തിന്റെ എണ്ണമറിയണം. തായിഫെന്ന് കേൾക്കുമ്പോ ഓർത്തുപോകും, ഒരുപക്ഷേ ഒരു 10 വാരം ഓടിയിട്ടുണ്ടാകുമെന്ന്. 3 മൈലോളം ഏറുകൊണ്ട് ഓടി. 3 മൈല് ഒരാളെ എറിഞ്ഞോടിക്കുന്ന രംഗം ഈ സദസ്സിലുള്ള ഓരോ സഹോദരനും ഒന്ന് ഉള്ളുകൊണ്ട് അനുഭവിക്കണം. എങ്കിലേ മദീനയിലേക്കുള്ള പാതയിലെ ഒരുക്കമാകൂ. 3 മൈല് ഏറുകൊണ്ടോടുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. സയ്യിദ് റളിയല്ലാഹു അൻഹു താങ്ങിക്കൊണ്ട് കൂടെ ഓടി. 3 മൈല് ഓടുമ്പോ തളർന്നു വീണു. തളർന്നു വീണ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും ഓടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നബിയുടെ കാൽപ്പാടുകൾ പിൻപറ്റുന്നില്ലേ? എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോ, അധിക്ഷേപം തുടരുമ്പോ ബോധം കെട്ട് വീണുപോയി. ബോധം കെട്ട നേരത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി. നുബുവത്തിന്റെ ഭാരത്തെ ചുമലിലേറ്റാൻ ലോകത്ത് 3 ആളുകൾക്കേ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ പോകുമ്പോ, 2 തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ഉഹുദിന്റെ പരീക്ഷണ വേളയിൽ. 3ാമത്തെ ഭാഗ്യമിതാ സയ്യിദിനാണ്. തായിഫിന്റെ തെരുവിലൂടെ തോളിലേറ്റി. ഉഹുദിൽ തോളിലേറ്റിയത് തൽഹത്താണ്. നോക്കണം, തോളിലേക്ക് തൽഹ അങ്ങ് എടുത്തു വെക്കുമ്പോ നബി പറയുകയാണ്, ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നു എന്റെ പ്രിയപ്പെട്ട തൽഹ. തൽഹ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവൃത്താന്തം അറിയിക്കപ്പെട്ട
10 പേരിൽ ഇടം നേടി. തൽഹത്തും വസുബൈറുൻ സഅദും വസഈദുൻ. പരിശുദ്ധ നബിയുടെ പരിശുദ്ധദേഹം ചുമലിലേറ്റി സയ്യിദ് റളിയല്ലാഹു അൻഹു നടന്നു പോകുകയാണ്. മക്കയിലെ നേതാവായ റബീഅയുടെ മക്കളായ ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഏറ്റവും വലിയ എതിർപ്പും ശത്രുതയും കാണിച്ച അവരുടെ തോട്ടത്തിലെത്തി. അവിടെ തന്നെ ഇരുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു കാലിലെ മുറിവുകൾ ഒന്നൊന്നായിട്ട് തുടച്ച് മുറിവുകൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങുമ്പോ ഉത്ബത്ത് നോക്കി നിൽക്കുകയാണ്. റബീഅയുടെ മകനായ ഉത്ബത്ത്, ഏറ്റവും വലിയ കൂക്കി വിളിക്കാൻ നേതൃത്വം കൊടുത്തവൻ തന്നെ തന്റെ ദാസന്റെ കയ്യിൽ ഏതാനും മുന്തിരിങ്ങ കൊടുത്തയക്കുകയാണ് പരിശുദ്ധ റസൂലിന്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം നടുങ്ങിപ്പോവുകയാണ്, പ്രപഞ്ചം തരിച്ചു പോവുകയാണ്. ഏ മനുഷ്യവർഗമേ, നീ ചെയ്ത ഏറ്റവും വലിയ പാപം ഈ രക്തം നീ മണ്ണിൽ വീഴ്ത്തി എന്നതാണ്. മനുഷ്യവർഗം അതിന്റെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവദൂതരുടെ രക്തം മണ്ണിൽ വീഴ്ത്തിയതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരോടും ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്ക്, ഈസാ നബിക്ക് കടുത്ത പരീക്ഷണങ്ങൾ, മൂസക്കെതിരെ ഫറവോന്റെ ഗൂഢതന്ത്രങ്ങൾ,